ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ടാണ്, നാത്തൂൻസ് ഡേ ഔട്ടാണ്. ഇന്ന് ഞാൻ എൻ്റെ നാത്തൂനായിട്ട് പുറത്ത് പോകുന്നൊരു ദിവസമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. സോ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ ഓർത്തു, ഓക്കെ നമുക്ക് രണ്ടുപേർക്കൊന്നൊന്ന് ജസ്റ്റ് പുറത്ത് പോയാലോ. എല്ലാ ദിവസവും നമുക്ക് ഓരോരോ പരിപാടികളാണ്, നമ്മുടെ ക്യാഷ്വൽ ജോലിക്ക് വന്നു വരുന്നു. അപ്പം അതിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഷോപ്പിങ്ങോ ഒന്ന് സിനിമയ്ക്ക് പോകാം, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, എന്നാൽ പോയാലോ എന്നൊരു മൈൻഡായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗെറ്റ് റെഡി ആകുകയാണ് ഗൈസ്. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ തുടരും മൂവി കാണാനായിട്ടാണ്. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന്. ഞങ്ങളും കാണാൻ പോവാണ്, അറിയില്ല എല്ലാവരും പറഞ്ഞ ഒരു ഹൈപ്പ് ആ മൂവിക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും പറഞ്ഞു മോഹൻലാൽ സാറും ശോഭന ചേച്ചിയും ബാക്ക് ടു ബാക്ക് വരുന്നൊരു മൂവിയാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ശോഭന ചേച്ചിയുടെ ഒരു നാഗവല്ലിയുടെ കുറച്ച് സീൻസൊക്കെ അതിലേക്ക് കാണാൻ പറ്റുന്ന ഒരു ചില ക്ലിപ്സ് ഉണ്ട്, അത് എൻജോയ് ചെയ്യണം. ആൻഡ് പഴയ ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടവരോടൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര അഭിപ്രായങ്ങളായിരുന്നു. നമ്മളോട് പറഞ്ഞു എമ്പുരാനേക്കാളും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഒരു മൂവി മോശമെന്ന് പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ അത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന വോക്കാണ്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന മൂവി ഇഷ്ടപ്പെട്ടു എന്ന് പറയണല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞു എമ്പുരാനേക്കാളും കൊള്ളാം, ഒന്ന് പോയി കണ്ടു നോക്കൂ, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒട്ടും അടിച്ചില്ല. നമ്മൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴൊക്കെ സീറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം അത് കാരണം കുറേ ലാഗായി, നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പം എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഇത്തവണ സീറ്റ് കിട്ടി, കറക്റ്റ് 2 മിച്ചുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ തന്നെ ഒന്നും ചിന്തിച്ചില്ല. അപ്പോൾ ഇന്നൊരു സിനിമയ്ക്ക് പോകണം എന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഷോപ്പിംഗ്, ഇപ്പോൾ ഗേൾസ് ഡേ ഔട്ട് ആയതുകൊണ്ട് ഷോപ്പിംഗ് ഇല്ലാതെ എന്ത് ഡേ ഔട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ലുലുവിൽ പോയി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയില്ല. പിന്നെ ഇന്നത്തെ ഫുഡും കാര്യമെല്ലാം പുറത്തുനിന്നാകാം എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ തീരുമാനം. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻസ്. പിന്നെ അവൾ അപ്പുറത്തെ റൂമിലിരുന്ന് ഒരുങ്ങുന്നുണ്ട്, ഞാനിവിടെ എൻ്റെ റൂമിൽ ഒരുങ്ങാണ്. അപ്പം രണ്ടുപേരും ഒന്നിച്ചൊരുങ്ങുമായിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ രണ്ടുപേരുടെയും എന്തെങ്കിലും ഒരു ചിറ്റ് ചാറ്റ് സെക്ഷൻ കൂടെ കാണിക്കായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടായിട്ടാണ് ഒരുങ്ങിയത്. ആൻഡ് ഞാനിവിടെ എൻ്റെ റെഗുലർ ഒരു മേക്കപ്പ് തന്നെയാണ്, എല്ലാ വീഡിയോസിലും കാണിക്കുന്ന മേക്കപ്പ് പ്രൊഡക്ട്സും ആ സെയിം റുട്ടീൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. പിന്നെ ഇപ്പം ഞാൻ ഉപയോഗിച്ച ഈ ഒരു പ്രോഡക്റ്റ് NYBയുടെ സ്ട്രോപ്പ് ക്രീമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞാനപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻ്റെ നേരത്തെ പ്രൊഡക്ട്സ് ഞാൻ അത് കാണിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ ഇതിൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് തോന്നി. NYBയുടെ സ്ട്രോപ്പ് ക്രീം നല്ലതാണ്. പിന്നെ ഫേസസ് കാനഡയുടെയാണ് പിന്നെ വരുന്ന ബ്രാൻഡ്. പക്ഷെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് NYBയുടെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. മറ്റേത് നല്ലതാണ്, ഫേസസ് കാനഡയുടെ നല്ലതാണ്. പക്ഷേ ഓരോരുത്തരുടെ സ്കിൻ ടെക്സ്ചർ, നമ്മുടെ ടോൺ എല്ലാം അനുസരിച്ച് വേരിയാണല്ലോ. അപ്പം എനിക്ക് യൂസ് ചെയ്തതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു NYBയുടെ പ്രൊഡക്റ്റിൻ്റെ ആയിരുന്നു. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഐബ്രോ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുള്ള സെയിം ടെക്നിക്, സെയിം പ്രൊഡക്റ്റ്, സെയിം റുട്ടീൻ. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഇന്ന് എക്സ്ട്രാ കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ ഒരു റിവ്യൂ ഞാൻ എന്തായാലും പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഇതിന് മുമ്പുള്ള ഒരു പേർപ്പിൾ പോയ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി അതിൽ വോയിസ് ഒട്ടും കേൾക്കുന്നില്ല, ഫാൻ ഇട്ടിട്ടാണോ സംസാരിച്ചതെന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തില്ല. പക്ഷേ വാട്സാപ്പിലൊക്കെ വന്ന് നമ്മളെ അറിയാവുന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് മൈക്ക് വാങ്ങി ഗൈസ്. സോ വലിയ വിലയുടെ ഒന്നും അല്ല, ജസ്റ്റ് ഒരു 500 റേഞ്ച് വരുന്ന ഒരു മൈക്കാണ്. നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ്, പിന്നെ എന്നോട് പലരും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ഡയറക്റ്റായിട്ട് അങ്ങനെ പറയുകയാണ്. എല്ലാവരും പറയാനുള്ള കാര്യങ്ങളെല്ലാം കമൻസിൽ തന്നെ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കാണല്ലോ എനിക്കത് വായിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് വായിക്കാനും എളുപ്പമാണ്. അപ്പം ഇപ്പം പുതിയ സജഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എന്തെങ്കിലും കറക്ഷൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഇമോജീസ്, ഹാർട്ട്സ് കാര്യങ്ങളൊക്കെ ഇടാതെ ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണോ അത് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വായിക്കാനും നമുക്കൊരു സന്തോഷമാണ്. സോ നിങ്ങളപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചെയ്യാം. ചിലപ്പോൾ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഞാൻ യൂട്യൂബ് ചാനലിൽ പലരുടെയും കാണുന്നതാണ്, 2 രീതിയിലുള്ള കമൻസും നമ്മൾ കാണുന്നുണ്ട്. അപ്പം രണ്ടും ഓരോരുത്തരെയും അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. സോ ഏതായാലും ഞാനത് കേൾക്കുന്നതാണ്. ആൻഡ് വേറെ ഒന്നുമില്ല, ഇന്നത്തെ വിശേഷം കാര്യം ഇതൊക്കെ തന്നെയാണ്, അതിൻ്റെ ഒരുക്കങ്ങളും ഇതൊക്കെയാണ്. അപ്പം നമുക്ക് ഈ പരിപാടി ഒന്ന് വേഗം തീർക്കാം.
സോ ഗായ്സ്, ഞാനിവിടെ ഫുള്ളി റെഡി ആയിരിക്കുകയാണ്. അവളും റെഡിയായി. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. ലെറ്റ്സ് ഗോ. സോ ആദ്യം തന്നെ നമ്മൾ ലൈവ് ബേക്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ കോട്ടയത്ത് നാമ്പടത്ത് തന്നെയുള്ള ഒരു ബേക്കറി കയറി. അതായത് ഇപ്പം മഴയാണ്. ഈ വീഡിയോ എടുത്ത സമയത്ത് വെയിലുള്ള സമയമായിരുന്നു ഗെയ്സ്. അപ്പം അന്ന് ചൂട് കാരണം നമുക്കന്ന് ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അപ്പം ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും അവൾ ഗ്രേപ്പുമാണ് പറഞ്ഞത്. നമ്മൾ രണ്ടും കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോയപ്പോഴാണ് കണ്ടത് അവിടെ ഒരു ചെറിയൊരു ഡപ്പയ്ക്കകത്ത് നമ്മുടെ ഡ്രീം കേക്ക്. പിന്നെ ഞങ്ങൾ അതും കൂടെ വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മുടെ യാത്ര സിനിമ കാണാനായിട്ടാണ്. സോ നമ്മളിവിടെ എത്തി. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എടുക്കേണ്ടിയൊന്നും വന്നില്ല. ഡയറക്റ്റ് അങ്ങ് കയറി കണ്ടാൽ മാത്രം മതിയായിരുന്നു. എല്ലാവരും ഏകദേശം വന്ന് തുടങ്ങി. നമ്മളൊരു 2 മിനിറ്റ്സ് മുമ്പാണ് അവിടെ എത്തിയത്. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ദെൻ നമുക്ക് സിനിമ കണ്ടാലോ. സോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഞങ്ങൾ ഇനി പോപ്കോണൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. നല്ല പടമായിരുന്നു ഗൈസ്. ഞാൻ ഫുള്ള് തിയേറ്ററിലെ എല്ലാ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയത് ലുലു മോളിലാണ്. സോ ഇനി നമുക്ക് മോളിൽ പോയി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ്. ഫുഡ് കഴിക്കാൻ പോവാണ് ഗായ്സ്. ഇവിടെ നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ ലുലു മോളിലാണ് നിൽക്കുന്നത്. സോ ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനം എല്ലാം കൊടുത്തു. നമുക്ക് ടോക്കൺ കിട്ടി. നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ ലുലു മോളിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പം അൽബേക്ക് എന്ന് പറയുന്നൊരു ഇതിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ അൽബേക്കിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് എന്തായാലും ഓർഡർ ബർഗർ, ഒരു കോംബോ വാങ്ങി. ബർഗറും റോസ്റ്റഡ് ചിക്കനും ഒരു പെപ്സിയും വരുന്നത്. പിന്നെ അല്ലാതെ ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പെപ്സിയൊക്കെ ആയിട്ട്. ഇത്രയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ വി ആർ വെയിറ്റിംഗ്. ഇവിടുത്തെ കാഴ്ച നല്ല അടിപൊളിയാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോ എടുത്തിട്ടുണ്ടായില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേറ്റിങ് ആണ്. എൻ്റെ നാത്തൂനുമായിട്ട് ഞങ്ങൾ തുടരും സിനിമ കാണാൻ പോയി. ദെൻ ലുലു മോളിൽ വന്ന് ഗ്രോസറീസ് വാങ്ങി. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നു. ഇടയ്ക്കുള്ള വീഡിയോയിൽ എൻ്റെ ലിപ്സ്റ്റിക് ഇല്ലാന്ന് വെച്ചാൽ ഇപ്പോൾ വരാൻ കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇവിടെ ലുലു ഫാഷൻസിൽ പോയിട്ട് ലിപ്സ്റ്റിക് ട്രൈ ഔട്ട് ചെയ്ത് അങ്ങനെ എടുത്താണ്. നല്ലതാണോ ഷെയ്ഡ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ശേഷം നമ്മൾ ഓർഡർ ചെയ്ത് ഇതൊക്കെയാണ്. ഒരു പെപ്സി, 2 ബാഗ് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ദുബ. ഈ കഴിച്ചിട്ട് ബാക്കി പഞ്ചം കഴിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഹെവി ലിഫ്റ്റിംഗ്. ജിം ഗേൾ